Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് വിൻഡാലു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ പോർക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. തീരെ ചെറുതാക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട സ്പെഷ്യൽ മസാല റെഡിയാക്കണം. അതിനായിട്ട് 2 വലിയ കഷ്ണം ഇഞ്ചി, അത് ഏകദേശം 50 ഗ്രാം വരും. പിന്നെ ഒരു 50 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 കുടം വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊന്നും കുറഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ 1 ടീസ്പൂണോളം ജീരകം എടുത്തിട്ടുണ്ട്, സാധാരണ നല്ല ജീരകം. 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂണോളം കുരുമുളകാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം. പിന്നെ 1 തക്കോലൻ എടുത്തിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പൂ എടുക്കാം. ഗ്രാമ്പൂവിൻ്റെ ഒന്നും അളവ് ഒത്തിരി അങ്ങ് കൂടണ്ട കേട്ടോ, മസാല കുത്തലുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. 2 കഷ്ണം കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി കൂടുതൽ വേണ്ട കേട്ടോ. പിന്നെ ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവ് കുറയ്ക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പൊടികളും നമ്മളെടുത്ത മസാലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനെഗർ അല്ലെങ്കിൽ സുർക്ക. ഇത് നമ്മൾ ഈ പോർക്ക് വിൻഡാലുവിന് ഉള്ള പുളിപ്പ് കിട്ടുന്നത് ഈ വിനാഗിരിയിൽ നിന്നാണ്. ഞാൻ സാധാരണ തക്കാളി ചേർക്കാറില്ല. അപ്പം പുളിപ്പിന് ആവശ്യമായത്ര ഒരു 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ പീസിലേക്ക് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം. എല്ലാ പീസിലും നല്ലതായിട്ട് മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ പീസിലേക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട നന്നായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ ഇരുന്നാൽ അത്രയും നല്ലത്. ഫ്രീസറിലല്ല, താഴെ റെഫ്രിജറേറ്ററിൽ താഴെ തന്നെ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഒരു കുക്കർ എടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 3 സവോള കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് 3 സവോള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവോള വാടാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അധികം ഉപ്പ് കൂടി പോകാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇനി സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചിരുന്ന പോർക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിനകത്തേക്ക് പോർക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ പോർക്കിൻ്റെ മസാലയെല്ലാം സവോളയെല്ലാം ആയിട്ട് ഒരുമിച്ച് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തീ കൂട്ടി വയ്ക്കണം. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 4-5 മിനിറ്റ് അങ്ങനെ തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് പിടിച്ചു തുടങ്ങും. അപ്പോൾ ആ മസാല ഒന്നും അതിൻ്റെ ഒരു പച്ചമണം ഇത്തിരി കുറഞ്ഞു വരും. ആ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോരുത്. 1/2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേട്ട് കഴിയുമ്പോഴേക്കും തീ ഒരു മീഡിയത്തിലേക്ക് ആക്കി വെക്കുക. അതിനുശേഷം ഒരു 7 വിസിൽ 8 വിസിൽ എങ്കിലും കേൾക്കണം.
7 വിസിലിനുള്ളിൽ സാധാരണ എല്ലാ പോർക്കും വെന്തിട്ടുണ്ടാകും. പോർക്കിന് നല്ല വേവാണ്, നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കണം പോർക്ക്. അതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഒരു 7 വിസിലൊക്കെ കേട്ട് കഴിയുമ്പോൾ 7ഓ 8ഓ വിസിൽ വരെ ആവാം. അത് കഴിയുമ്പോൾ നമുക്ക് ആവി പോയി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ പീസെല്ലാം നല്ല പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതിന് ശേഷം തീ വീണ്ടും ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് പോരാത്ത ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി പോരാൻ തോന്നുകയാണെങ്കിൽ ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റും കൂടെ തിളച്ച് എല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ പോർക്ക് വിന്താലു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്